എന്ത് ചെറിയ ആനക്കുട്ടിയെ നോക്കി അലുടിക്ക വണ്ടിയുടെ നേരെ നടന്നു പോയി നോക്കി ഊട്ടിയുടെ ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ബാംഗ്ലൂരുള്ള ബനാർക്കട്ട നാഷണൽ പാർക്ക് കാണാൻ വന്നിട്ടുള്ളതിൻ്റെ വീഡിയോയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടെ ബനാർക്കട്ട നാഷണൽ പാർക്ക് കാണാനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ കയറ്റിയിട്ടാണ് നമ്മളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്ത് ഈ നാഷണൽ പാർക്ക് കാണാനായിട്ട് കയറി ബസ്സിലിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇന്ന് കാണാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തൃശ്ശൂരിൽ പുതിയതായിട്ട് തുടങ്ങുന്ന സൂ ഉണ്ടല്ലോ, അത് ഏറെക്കുറെ ഇതുപോലെയാണ് എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഈ പാർക്ക് ബാംഗ്ലൂരിൽ നിന്നും ഒരു 55-60 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 രൂപയാണ്. ആദ്യമായിട്ട് ആനേനെ കണ്ടു കേട്ടോ. കണ്ട നീ ഇത് ആനേനെ ഇതേ അവിടെ 2 ആന നിൽക്കുന്നുണ്ട്. ആ ശരിയാണ്, ഇവിടെയാണ് പൂട്ടിയിരുന്നത്. 33 പേര് കയറുന്ന ഇങ്ങനത്തെ ബസ്സാണ് കേട്ടോ. ആനയുടെ കുട്ടിയും ആനയും നിന്ന് കളിക്കണുണ്ട്. ആനക്കുട്ടി ആ പക്ഷെ കാട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് എന്തായാലും അല്ലേ. അല്ലാണ്ട് നമ്മൾ മറ്റേ ഇവിടെ പോയി കാണുന്ന സൂവിൽ പോയി കാണുന്ന പോലത്തെ ഒരു ഇതല്ല. കെട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഒറിജിനാലിറ്റി ഉണ്ട് കുറച്ച് കൂടി. കാട്ടിലെ പോലത്തെ ഫീൽ ഉണ്ട് തോന്നുന്നുണ്ട്. എവിടെ മുതല ഓടാ എവിടെ മുതല? ആ അതേ കല്ലുമ്പുറത്ത് മുതല കിടക്കുന്നുണ്ട്. ശരിയാ, ഇതേ കിടക്കണം മുതല. മുതലാണ് കേട്ടോ ഈ കിടക്കണ. കണ്ടോ മുതല കല്ലിന്റെ പുറത്ത് കിടക്കുന്നുണ്ട്. കല്ലുണ്ടോ? വാണെല്ലാം അങ്ങനെ നിർത്തി നിർത്തി കാണിച്ചു തരില്ല കേട്ടാ. എവിടെ? ആ അതേ മാനുണ്ട്. ഇവിടെ മാനുണ്ട്. ഇതേ നോക്കി ഇവിടെ നിറച്ചും എന്നിട്ട് പറയുന്നത് മ്ലാവ്. ആ മ്ലാവും അയ്യോ കണ്ടു നിറച്ചും മാനും ഉണ്ട്, മ്ലാവും ഉണ്ട്, കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത്. ആളെ അവിടെ ഇവിടെയൊക്കെ നിർത്തുന്നോണ്ട് കാണുന്നുണ്ട്. ആ ഇതിനെ കാണാല്ലേ? ഓക്കെ ഭംഗിയായിട്ട് കാണാം. കാട്ടുപോത്ത് നിങ്ങൾ നോക്കി. ഏത്? ആ മാന അയച്ചു വിട്ടേക്ക് കേട്ടാ. മാനുകളെ കഴിച്ചു വിട്ടുണ്ട് നന്നായിട്ട്. കാട്ടുപോത്ത് ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നിറച്ചും. മാന അയച്ചു വിട്ടേക്ക് കേട്ടോ ഫുള്ള്. പക്ഷെ എനിക്ക് തോന്നുന്നു മാൻ അതൊക്കെ അതെ അവിടെയൊക്കെ മാനിന്റെ കൂട്ടം തന്നെയുണ്ട്. പക്ഷെ അതിന്റെ ഗ്ലാസ് അത്ര വൃത്തിയില്ല, അതായത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. കുതിരയല്ലത്, എന്തോ സാധനം എന്നുള്ളതൊന്നും മനസ്സിലാവണില്ല ശരിക്കും പറഞ്ഞ. കുതിര പോലത്തെ സാധനം അല്ലേ? കുതിരയല്ല, കഴുതിയല്ലാത്ത എന്തോ ഒരു സംഭവം, എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. കുറേ സ്ഥലത്ത് പാറ പോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ തടാകങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ആവശ്യം പോലെ വെള്ളം കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മാനിനൊക്കെ കൂടുതലുണ്ടല്ലോ ഇവിടെ കരിമ്പിൻ്റെ ചണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിന്നുമ്പോൾ നല്ല മധുരല്ലേ, അത് കാരണം എവിടെയും പോകാണ്ടിരിക്കാനോ 2 മൈൽ ക്രോസ് ചെയ്യണ്ട കേട്ടോ. മയിൽ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെയുള്ള കാരണം പിന്നെ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. മാൻ ഇതിലിഷ്ടം പോലെയുള്ള ഇപ്പോൾ മാനാ ഒക്കെ മാനുകളാ. ആ മയിലിനെ കണ്ടായിരുന്നു, പീലിയുള്ള മയില്. മയിലിനൊക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ കണ്ടും മടുത്തല്ലേ നീ? ഇതേ അതെ തടാകം പോലെയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത് അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നേ നമ്മുടെ ഇതിലിടെ എന്നിട്ട് പുത്തൂര്, ആ പുത്തൂരുള്ള സംഭവം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ മൃഗങ്ങളെ അയച്ചു വിട്ടിട്ട് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന പരിപാടിയാവും. അങ്ങനെയാണെങ്കിൽ നല്ല 100% സക്സസ് ആവട്ടെ പരിപാടി. ബാക്കിൽ മറ്റേ ജീപ്പൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു പുള്ളിമാൻ നിൽക്കും. മാനിന്റെ കൂട്ടം തന്നെയുണ്ട് കേട്ടത് അവിടെ. മാനാണ് ഇപ്പൊ വന്നിട്ടുള്ളതില്. മാൻ നോക്ക്, മാൻ ദൂരം നോക്കി നിൽക്കണത് കണ്ടോ? മാൻ കൂട്ടം തന്നെയാണ് നിൽക്കണത്.
മാനാണ് ഏറ്റവും അധികം ഉള്ളത് ശരിക്കും പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല കരിമ്പിന്റെ ഒക്കെ വളർത്താനൊന്നും പറ്റില്ലടാ. ഞാൻ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു കേട്ടാ. ഈ സാധനത്തിനാണ് മ്ലാവ് എന്നാ പറയണത് കേട്ടോ. മ്ലാവ്. ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. കണ്ടോ ഡ്രൈവറുടെ തൊട്ടടുത്ത് ഇതേ മൊത്തം ഇവിടെ ഇരുന്നു. എന്താണ് ഒരെണ്ണം മാത്രം എപ്പോഴും കാണും. അത് ശരിയാ. ഇപ്പൊ ഫ്രണ്ട് സീറ്റ് കിട്ടിയ കാരണം സുഖമായിട്ട് കാണാൻ പറ്റാറായിട്ടാണ്. നാളെ ആദ്യം ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് ഇരുന്നോളാൻ പറഞ്ഞു. അത് തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി പുലീനെ കാണണം, സിംഹത്തിനെ കാണണം, പിന്നെ ഇതിനെ കാണുന്ന ഏറ്റവും ഹൈറ്റ് ജിറാഫിനെ കാണണം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. കരടി ഉണ്ടോന്ന് അറിയില്ല, നോക്കി നോക്കാം. അയ്യോ വീണ്ടും മാൻ്റെ കാട്ടുപോത്തിന്റെ കളി കേട്ടോ. നോക്കി മാനും കാട്ടുപോത്ത് എന്തോരം നോക്കിയത്. കാട്ടുപോത്ത് ഇഷ്ടം പോലെ കേട്ടോ. കണ്ടോ ഓരോരുത്തരും കിട്ടുമായിരുന്നെങ്കിൽ കലക്കായിരുന്നില്ല. കല്യാണത്തിനൊക്കെ നമ്മൾ 45,000 കൊടുത്ത് മേടിച്ചു. ഇതിനൊക്കെ മാനും ഓടിപ്പിക്കണല്ലേ. കാട്ടുപോത്തിന്റെ അടുത്ത് മാനൊന്നും കളിക്കാൻ ചെല്ലാൻ പറ്റില്ല. തീറ്റ കൂടുതൽ മാൻ തിന്നപ്പോളേ അലമ്പുണ്ടാക്കണ ആ കാട്ടുപോത്ത്. വെള്ളം കിടക്കണണ്ട ഇത് കുടിക്കാനായിട്ട്. എന്തായാലും വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. നിറച്ച് വെള്ളം ഉണ്ടാവേണ്ട സ്ഥലം തോന്നുന്നുണ്ട്. മൊത്തത്തില് കുറവാ. ഇനി ഒരു കയറ്റത്തിന് മുകളിലേക്ക് പോണ കേട്ടോ. ഇത് കയറ്റം കയറുന്നതുകൊണ്ടാകുന്നുണ്ട്. ഫുൾ മസ്ത തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ വണ്ടി എല്ലാം മസ്തയാണ്. ഏറ്റവും അധികം പെറ്റ് പെരുകണ സാധനല്ലേ മാനാണ് കേട്ടോ. എവിടെ ചെന്നാലും അതുകൊണ്ട് തന്നെ മാനം കാണാം. കൊടുകൊക്കെ പോകുമ്പോഴും ഏറ്റവും അധികം കാണുന്നത് ഈ മാനാണ്. റോഡ് സൈഡിൽ കൂർഗും അതന്നെ അവിടെയൊക്കെ പോകുമ്പോൾ കാണുന്നത് കൂടുതലും ഇതേപോലത്തെ മാനയാണ്. കാരണം മാന പെട്ടെന്ന് വളർന്ന് വലുതാവും. കണ്ടമാന എണ്ണവും വരും. അതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല എയിമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ വലിയൊരു മലയുടെ മുകളിലേക്ക് എത്തിയിട്ടാണ്. വീണ്ടും ഒരു ഗേറ്റ് ഉള്ള സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ ആനേനെ അഴിച്ചു വിട്ടേക്ക അല്ലേ. ഇവിടെ ആനേനെ അഴിച്ചു വിട്ടേക്ക കേട്ടോ. ഇതേ ആന കണ്ടോ. ചെളിയില് കളിച്ചിട്ടില്ലേ. അപ്പനമ്മയൊന്നും ഇല്ലാന്നുണ്ട് ചോദിക്കാൻ. ചെളിയിൽ കളിക്കുന്ന മണ്ണ് വാരി കളിക്കുന്ന ഇത്ര അടുത്ത് ഇങ്ങനെ കാണാട്ടോ ആനേനെ. ആന കുട്ടിയില്ലേ ചെറുത് ഇവിടെ നിൽക്കണ്ട്. കണ്ട രണ്ട് വണ്ടി നമ്മളവിടെ നിൽക്കുമ്പോ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകലെന്ന് ചോദിച്ചില്ലേ. അതാണ് ഗവൺമെന്റ് ഓഫ് കർണാടക. എന്ത് ചെറിയ ആനക്കുട്ടിയെ നോക്കിയേ. പാല് കുടിക്ക. ഹായ് പാല് കുടിക്കല്ലേ. ആന കൂട്ടാണ് കേട്ടോ. ഫുള്ള് ആനകളുടെ കളിയാണ് ഇവിടെ. എവിടെയുണ്ട് ഒരു ചെറുത് കണ്ടില്ലേ. മേത്ത് മുഴുവൻ മണ്ണ് വാരിയിട്ട് നിൽക്കുക. പുലിയുടെ സ്ഥലത്തേക്ക് പോട്ടെ. നീ പാല് കുടിക്കണണ്ട. അതെ വീണ്ടും കുടിക്കണം. നമ്മൾ നോക്കിയേ ഒരു കവാടത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു വണ്ടി കയറിയതിന് ശേഷം അടുത്ത വണ്ടി പുലിയൊക്കെ കാണാൻ. എന്താ ശരിയാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞ ആനേനെയും എല്ലാത്തിനെയും കൂടിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ കൂടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൂടിന്റെ ഉള്ളിലേക്ക് കയറണം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അയ്യോ നമ്മൾ കൂടിന്റെ ഉള്ളിലേക്ക് കയറി. ഇനി ആ വണ്ടി പോയി ഇവിടെ വാച്ച്മാൻ തുറക്കണം. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതിന് പുലിനെ കാണാനുള്ള സ്ഥലം ഔട്ട് മിക്കവാറും. ഇതേ ഒരു ബസ് അങ്ങനെ SML തന്നെയാട്ടോ. അത് അതിലിറങ്ങിപ്പോയി. പുലീനെ കാണുമ്പോൾ കാണില്ലല്ലോ. ചേട്ടൻ വണ്ടി ഓടിക്കണതില്ലേ ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട്, എഞ്ചിന്റെ ശബ്ദം ഒന്നും ഉണ്ടാക്കാണ്ട്. ന്യൂട്രല്ല ദേ കിടക്കണം. കരടി കിടക്കണ്ട. കരടി ദേ കരടി. അയ്യോ കരടി കാണണ്ട. കരടി മേത്ത് ഇതേപോലെ തന്നെ ഇതൊക്കെ
കൂട്ടിയൊക്കെ വാരിയിട്ട് നിൽക്കുക. മുത്ത കണ്ട കരടീനെ നേരിട്ട് കണ്ട. ഓ എവിടെ വെച്ചിട്ട് കരടീനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓ അല്ല, ആ ശരിയാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ കരടി നിൽക്കണേ. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. എവിടെ നോക്കി നോക്കാം കേട്ടോ. ഇനി വേറെ ഉണ്ടോ നോക്കട്ടെ. തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് കണ്ട. കരടീനെ കണ്ടില്ല എന്ന് കണ്ട. തൊട്ടടുത്ത് തന്നെ ദേ അതിൻ്റെ ഉള്ളിൽ കൂടെ വരണം നടന്നു കണ്ട. ഇത് തൊട്ടടുത്ത്. അയ്യോ, അത് വണ്ടിയുടെ തൊട്ടടുത്തേക്ക് വന്നു. കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ കാണാൻ പറ്റിയില്ല. പെട്ടു. അത് അങ്ങോട്ട് നടന്നു പോവുകയും ചെയ്തു. ഈ കരടിയുടെ കൂടാകണ്ട. ഇനിതേ കണ്ട. ഇത് കരടിയുടെ കൂടൊക്കെയാണ്. ഒരു കരടി ഇരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കയറി ഒറ്റങ്ങൾക്ക് നനയാണ്ടിരിക്കാനും ഒക്കെയുള്ള ഷെൽട്ടറുകൾ തന്നെയാണ്. കരടി ഉണ്ട് അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ. അപ്പോൾ ഓരോന്നിനും ഓരോ ഏരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ ഇരിക്കണം അവിടെ ഇഷ്ടം പോലെ കരടിയാണ്. കണ്ടോ? ഇതേ വേറെ വരണോ? ഒന്നല്ല, ഒരുപാടുണ്ട്. അവിടെ എത്ര നിൽക്കണം? കളിക്കുകയാണത്. നല്ല വൃത്തിയിലാണല്ലോ നിൽക്കണം. അതേടി അവനെ കളിക്കണുണ്ട് അവിടെ നിന്നിട്ട്. ഉണ്ടോ ഒറ്റയ്ക്ക് കുട്ടികളുണ്ട്. നല്ല കളി. കരടിക്കുട്ടി കളിക്കണതാണ് കാണുന്നത്. വേണ്ട ഒരു കരടി റോട്ടിക്കൂടെ നടന്നു വരുന്നുണ്ട് കേട്ടാ. കണ്ടോ? റോട്ടിക്കൂടെയാണ് നടന്നു വരുന്ന ആള്. വണ്ടിയുടെ നേരെ നടന്നു വരുന്ന നോക്കി. റോട്ടിക്കൂടെ കുട്ടിയില്ലെന്നോണ്ടിട്ടാ. ഷോ കാണിക്കണ മുത്തിന്റെ കൂട്ടുകാരനാ. ഷോ കാണിച്ച് വരിക വണ്ടിയുടെ മുന്നിൽ. സൈഡിൽ കൂടെ പോവാ. റോഡ് സൈഡിൽ കൂടെ നടന്നു പോയിട്ടാ. അടിപൊളി. ഇനി അടുത്ത ഗേറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരടിയുടെ സ്ഥലമായിരുന്നു. കരടിയുടെ സ്ഥലം കഴിഞ്ഞാൽ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് തുറന്നു തന്നത്തെ. അതിന് ബൗണ്ടറി ഉണ്ട്. അത് തുറന്നു. എന്തിൻ്റെയാണ് എഴുതിയിട്ടില്ല ഇത്? എന്തിൻ്റെ അതിന് കണ്ടോ? ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വലിയ ഗർത്തങ്ങളാക്കി ഉണ്ടാക്കിയിട്ടേക്കുക. ഇപ്പം കരടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എന്തായാലും, അത് ഉറപ്പാണ്. അതേപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രിക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഷോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങടേക്ക് വേറെ ഒന്നും കിടക്കില്ല. കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇലക്ട്രിക്കിൻ്റെ അടുത്ത് കൊടുത്തിട്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറണത്. ഏതാ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. പുലിനെ ഒന്നും കാണുന്നില്ല. നമ്മുടെ മുന്നിൽ പോകുന്ന TUV കേട്ടോ. ഇതിലും കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ എന്നുള്ളത് ചോദിച്ചില്ല സത്യം പറഞ്ഞു. അതേ ടൈഗർ. അതേ ടൈഗർ റോട്ടിൽ കിടക്കണം. അവനെ നടന്നു നോക്കി കുണുങ്ങി. അതേ ഇവിടെ വേറെ വരല്ല, കുറേ പേരുണ്ട് ഇവിടെ. കണ്ടില്ലേ? അതിന്റെ തൊട്ടടുത്തേക്ക് വണ്ടി കൊണ്ട് പോകാനൊക്കെ പറ്റും. അവിടെ ഓരോ നിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിപ്പുലി കണ്ടു. ഇവിടെ രണ്ടെണ്ണം കിടക്കണ്ട്. ഒരെണ്ണം ഇവിടെ കിടക്കണം, ഒരെണ്ണം തൊട്ട് പുറത്ത് കിടക്കണം. ഇവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കാണ്. ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം രണ്ടുപേരും. ആളൊന്നും നടക്കാറിറങ്ങി അതിൻ്റെ ഇടയ്ക്ക്. ഇതിലേ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇത് കണ്ട. അതുപോലെ എന്ത് ഇതിലെ പുറത്തേക്കിടെ ഇറങ്ങി നടക്കുന്നു. കൂടിൻ്റെ ഉള്ളിലൊന്നല്ല, അയച്ചുകൊണ്ട് വിട്ടേക്ക് തന്നെയാണ്. എന്താണ് ഉള്ളിൽ കയറാനുള്ള പരിപാടിക്കാണോ? ഇതിലെ ഉള്ളിലേക്ക് കയറണമെന്നുള്ളത് അറിയില്ല എന്നുണ്ട്. സിമ്പിളായിട്ട് നടന്നു പോകണമെങ്കിൽ വണ്ടിയുടെ അടുത്തേക്കൊന്നും വരുന്നേ ഇല്ല അല്ലേ? വണ്ടി കണ്ടിട്ടൊക്കെ മടുത്തു. കണ്ടു ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഫുഡൊക്കെ ഇട്ട് കൊടുക്കണതാന്ന് തോന്നിട്ട്, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, മറ്റേ ഇരേനെ പിടിച്ച് തിന്ന, അതായത് നമ്മുടെ
മാന്യൊക്കെ വേട്ടയാടി തിന്ന് കഴിയണ അങ്ങനത്തെ സെറ്റപ്പ് അല്ല. എല്ലാത്തിനും തീറ്റ കൊടുത്ത് വളർത്തി അങ്ങനെയുള്ള ഒരു പരിപാടിയാണെന്നുണ്ട്. ഇത് എത്ര ഏക്കർ സ്ഥലം ഉണ്ടാണാവോ? അപ്പൊ ഇനി നമ്മൾ സിംഹത്തിനെ കാണാനേ പോണേന്ന് കൊണ്ട് കേട്ടോ. അടുത്ത സ്ഥലത്തെത്തി. ആ പുലീനല്ലേ, പുലീനല്ലേ ഇപ്പൊ കണ്ടേ. ഇനി സിംഹത്തിനെ മിക്കവാറും കാണാം. നോക്കി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ സിംഹത്തിനെ കാണാനേ പോണേന്ന് തോന്നണ്ടെന്ന്. കണ്ടില്ലേ ഈ സിംഹം. ഓ പക്ഷെ ഈറ്റങ്ങളൊക്കെ ഇല്ലേ കൂടിന്റെ പരിസരത്ത് തട്ടി മുട്ടി നിൽക്കാന്നല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി റോട്ടികൂടെയൊക്കെ ഇങ്ങനെ നടക്കണം, എന്നാലാണ് കാണുമ്പോൾ ഒരു രസമുള്ളൂ. പക്ഷെ ഇതിപ്പോ കൂടിന്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് നമുക്ക് ആ ഫീല് തോന്നില്ല. നേരത്തെ കരടി ഇറങ്ങി നടന്ന പോലെ ഇങ്ങനെ റോട്ടിക്കടെ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ റോട്ടില് പെട്ടെന്ന് സിംഹം എന്നുള്ളൊരു ഫീലാവും. ഇത് നീ കണ്ടില്ല, അതിന്റെ കൂടുകളൊക്കെയാന്ന് തോന്നുന്നുണ്ട് ഉള്ളില്. രണ്ടെണ്ണത്തിന് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ സിംഹത്തിനെ രണ്ടെണ്ണത്തിന് കണ്ടുള്ളെങ്കിൽ പുലീനെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. രണ്ടെണ്ണമാണോ ഉള്ളൂ, അതിനി നടക്കാൻ പോയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ബാക്കി പുലാത്തുണ്ട്. കട്ടക്കണ റോട്ടിലൊരു സാധനം. എന്റെ പോന്നെ അമ്മ ആയി വേണ്ട കട്ടക്കണ നോക്കിയാണ്. അമ്മ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിട്ട് സിംഹത്തിനെ കാണുകയെന്ന് പറഞ്ഞ ഒരു എയിം തന്നെയാണ് കേട്ടാ. അടിപൊളി. ആ ഇഷ്ടപ്പെട്ടിട്ടില്ലേ ആൾക്ക്? നോക്കിയ വണ്ടിയുമ്പോൾ നോക്കി കാണിക്കണേ. റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കുക. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ തൊട്ടടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു 5 അടി അടുത്താണ് നമ്മളിപ്പോൾ സിംഹത്തിനെ കാണുന്നത്. വെറും 5 അടി. ഇതേ തൊട്ടപ്പുറത്ത് ഒരുത്തം കിടക്കുന്നുണ്ട് അവിടെ. കണ്ടാ അവിടെ ഒരുത്തം കിടക്കണു കണ്ടാ. ഇവർ രണ്ടുപേരും കൂടിയിട്ടേ സല്ലപിക്കാനായിട്ട് വന്നതുകൊണ്ട് കണ്ടാ. വണ്ടിയും ആളും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ തൊട്ടടുത്ത്. അടിപൊളി. ഇതേപോലെ നമുക്ക് പുലീനെ കാണാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു. ഇത് അവിടെ ഒരുത്തം കിടക്കണില്ല. അവൻ്റെ മുടിയൊക്കെ ചേട്ട പിടിച്ചിട്ട് ആകെ കിടക്കണത്. എണ്ണ തേച്ച് കുളിക്കാണ്ടേ ആകെ കുറേ കാലങ്ങളായിട്ട് കാട്ടിൽ തന്നെ കിടന്നിട്ട് കണ്ട ഫുൾ ചേട്ടയാ. അവിടെ ഒരു സിംഹം കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് സംഭവം. ആരും കാത്തിരിക്കണ പോലെ തന്നെ. അല്ലെങ്കിൽ ഇത്രയും നേരം ഇങ്ങനെ നോക്കൂ. എന്താ മുത്ത ജിറാഫിനെ കാണില്ല എന്ന് പറയണേ? അല്ല, വിജനമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇനി നമ്മൾ പോണേ. ഇനി നമ്മള് വിജനമായിട്ടുള്ള സ്ഥലത്തേക്ക് പോണേ. അപ്പൊ കാണൂലോ. കിടക്കണോ വരുത്ത? അല്ല ഇവന് മറ്റേ ഇതില്ല, ജടയില്ല. കണ്ടാ അമ്മ ഓക്കെ. അമ്മ തൊട്ടടുത്ത് പറഞ്ഞ തൊട്ടടുത്ത്. എന്താടാ പേരെന്താ നിന്റെ? അവന് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാ. അവന് പേടിയൊന്നുമില്ല. പേടിയൊക്കെ മാറിയോനാ. കൂടെ പോരെ, ഒരാഴ്ച ഫുഡ് തരാം. അടിപൊളി. ഡ്രൈവർ ചേട്ടൻ്റെ എല്ലാ സ്ഥലത്തും നിർത്തി നന്നായിട്ട് കാണിച്ചു തന്നിട്ട് അവിടെ പോകണം. കണ്ടമാനം ടൈം എടുത്തു ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അല്ലേ? 1 മണിക്കൂറായി നമ്മൾ കയറിയിട്ട്. അതെ അല്ലേ? അതെ. എന്റെ പോലെ ഇതാണ് കാഴ്ച. നോക്കി എന്തിട്ടോ റോട്ടിങ്ങനെ നടന്നു വരുന്ന സാധനം എന്താ നോക്കിയേ. എന്റെ പോലെ നോക്ക് തൊട്ടടുത്ത് പുലി, വരയ പുലി, പുള്ളി അല്ല. അതെന്തോ ഏതോ രീതിയിലുള്ള നടത്താനല്ലേ. അമ്മ നല്ല വലിയ പോട്ടാ. കയ്യൊന്നും ഒരു തുണ്ട് പോലും പുറത്തേക്ക് വെക്കിയെടുത്തിട്ടാ നടപ്പ് നോക്കിയവൻ. റോട്ടിക്കട മാറണ പോലും ഇല്ല. വണ്ടിയുടെ ശബ്ദം കണ്ടിട്ട് നോക്കിയേ. വണ്ടി വേണമെങ്കിൽ മാറ്റി കൊണ്ടോ, ഞാൻ മാറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കണേ. അപ്പൊ അതിൻ്റെതായ അഹങ്കാരം അവനുണ്ട്. കണ്ടുവാ അമ്മ നോക്ക്.
എന്തോ നോട്ടം വെച്ച് നടക്കുന്നതാണ്. എന്ത് രസത്തിലാന്നൊക്കെ തൊട്ടടുത്ത്. ഇത് സൈസിൽ അത്ര വലിയ സൈസ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. സൈസിലല്ല ഇങ്ങനെ ശരീരം ചീർത്തിട്ടൊന്നല്ല ഇരിക്കണേ അല്ലേ. ഇത് ശരിക്കും പറഞ്ഞ വീർത്തിട്ട് ഇരിക്കണമെങ്കിൽ ഇല്ലേ കാട്ടുപോത്തിന്റെ അത്ര വലിപ്പുണ്ടായനെ. എന്താണ് ഇത് നീ പറയണേ? എന്ത് കാട്ടുപോത്തിന്റെ അത്ര വലിപ്പില്ലാന്ന് അല്ല ഞാൻ പറഞ്ഞ തടി വെച്ച് വലുതായാൽ. ഞാൻ നിർദ്ദേശിച്ച ഞാൻ ഇതാ ഒന്നിനെ കുറിച്ച് വിവരിക്കാത്തത്. വിവരിച്ച അപ്പൊ നീണ്ട പറയുന്ന തുണയാന്ന്. വെള്ളക്കടുവ കളയണ മുത്തേ അമ്മ ഒന്നുകൂടി സംഖ്യപ്പോ. അവരെന്താ ചെയ്യാനുള്ള പരിപാടിയാ വെള്ളക്കടുവ. വേണ്ട, വെള്ളക്കടുവേനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതെ സൂലുണ്ടായിരുന്നല്ലോ. അതെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ അവൻ മരത്തിനോ കേറാനുള്ള പണിയാണോ? നഖം എന്താക്കണു? സീബ്രയുടെ പോലെ ഇരിക്കണല്ലേ. വൈറ്റ് ടൈഗർ അവരുടെ കൂട്ടിൽ കിടക്കണ്ടോ. എനിക്ക് തോന്നണേ ഈ ബ്രീഡിംഗ് ഒക്കെ ആവണ സമയത്താണെന്ന് ഇറ്റങ്ങളെ പിടിച്ച് കൂട്ടിലേക്ക് തട്ടണത് കണ്ടോ. അതേപോലെ അവിടെയും സിംഹത്തിനെയൊക്കെ കൂട്ടിലേക്ക് ഇട്ടുണ്ട്. അപ്പൊ കൂട്ടിൽ പിടിച്ചിരുന്നതാണ് ഇവര് തന്നെത്താൻ വന്ന് കയറുന്നതാണ് എന്താണെന്നറിയില്ല. അത് കൂട്ടിലേക്ക് കയറും ചിലപ്പോ നമുക്കറിയോ. അമ്മ ഇത് വൈറ്റ് തന്നെയാട്ടാ. അത് കളറുള്ളത്. ഇത് കളറ്. അങ്ങനെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ വീണ്ടും വന്ന വഴികളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ജീപ്പിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇതേ മുന്നിൽ പോകണ സ്കോർപ്പിയോ അതേപോലെ TUV ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വിസിബിലിറ്റി കൂടുതൽ നമ്മളീ പോകുന്ന ബസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കണ്ടില്ല ഇങ്ങനെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബസ്സിൽ കയറാണ് നല്ലത്. അതും AC ബസ്സിനേക്കാളും നല്ലത് ഈ non-AC ബസ്സാണെങ്കിൽ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് കാണാൻ പറ്റും. ഒന്നുകൂടി എന്താ പറയാ അതിന്റെ മണത്തോടു കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്തേ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒന്നും കാണാൻ പറ്റില്ല, കാര്യമില്ല. അപ്പൊ ഇതിപ്പോ തിരിച്ചു പോണ വഴിക്ക് വല്ല മാനെ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു, അത്ര മാത്രം തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. അതേ വണ്ടികൾ കിടക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ ആയിരുന്നു. ഇവിടെ പാർക്ക് ഉണ്ടോ? ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നടക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. വിദേശികളൊക്കെ ജീപ്പ് വിളിച്ച് ജീപ്പിൽ കയറി പോകണുണ്ടോ? ജീപ്പിൽ കണ്ടിറങ്ങിയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ജീപ്പ് ബൊലേറോ ഉണ്ട്, XUV ഉണ്ട്, പിന്നെ ഇന്നോവ ഉണ്ട്, പിന്നെ ഇവിടെ ഫോഴ്സ് ഉണ്ട്, പിന്നെ SMLൻ്റെ പുതിയ വണ്ടിയുണ്ട്, SMLൻ്റെ പഴയ വണ്ടിയുണ്ട്, ഏഷ്യർ ഉണ്ട്. അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട്. ഇനി ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പാർക്കുണ്ട്. പാർക്കിൻ്റെ അവിടേക്ക് വേണമെങ്കിൽ കയറാം. പിന്നെ നമ്മൾ അവിടെ സൂ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, സൂവിൻ്റെ ഉള്ളിലേക്ക് കിട്ടി ഒന്ന് കയറാം. ഓക്കെ എന്താണ് ഇത്? ഓക്കെ പോലെ. അങ്ങനെ നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. സൂവിൻ്റെ ഉള്ളിൽ വേറെ ടിക്കറ്റ് എടുക്കണോ? എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേറെ ടിക്കറ്റ് എടുക്കേണ്ട വരും. വണ്ടി ഇല്ലെങ്കിൽ നടക്കേണ്ട വരും. ഇതേ ആൾക്കാർ നടന്നു പോകണ കണ്ടില്ലേ, അതേപോലെ നടക്കേണ്ട വരും. വണ്ടിക്ക് എത്ര രൂപയെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ടൈമിൽ നമുക്ക് പറയാൻ മറന്നു പോയിട്ടോ. എല്ലാം ഇവിടെ തുറക്കണത് 9:30 മുതൽ 5 മണി വരെയാണ് കേട്ടോ ഇവിടെ ടൈമുള്ളൂ. ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കണതാ. സീബ്രയുടെ ഒരു സമ്മേളനം തന്നെ നടക്കണേ കണ്ടോ. എത്ര എണ്ണ നോക്കി. മൈസൂര് പോയിട്ട് സൂ കാണുന്നേക്കാളൊക്കെ എന്ത് നല്ലതാ. ഭയങ്കര രസല്ലേ കാണാൻ. എത്ര എണ്ണ നോക്കി. പിന്നെന്താ ഒരു ചോദ്യം നമുക്ക് എത്ര ചോദ്യം. സീബ്രയുടെ വെള്ളയമ കറുപ്പ് അതറിഞ്ഞൂടെ? എന്നിട്ട് അല്ലല്ല, ഒരിക്കലും സീബ്രയുടെ കളർ അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ച് പോലും. പലരും ഇതിന് മുന്നേയും സംശയങ്ങൾ വന്നിട്ടുള്ളതാ. ഞാൻ എന്നിട്ട് ദൂരീകരിച്ച് കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലായി? അതേ പോണു. അത് ഓടിപ്പോണു. തല്ലു പറഞ്ഞു. മുഖല്ല അത് ഇവരല്ലേ? മുഖം ഞാൻ കണ്ടു. ഇത് കുതിര തന്നെ, വരയും കുതിര. അതിനാണ് സീബ്ര എന്ന് പറയണത്. ഇതേ പരിപാടി ഇഷ്ടപ്പെട്ടാ? 100 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇതാ കിടക്കുന്ന വണ്ടിയിൽ കയറി പോകാട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നിർത്തി തരുമായിരിക്കൂലേ. നമുക്ക് നടക്കാം. നമ്മൾ ഇന്നത്തെ നടന്നിട്ടില്ല. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. വണ്ടികൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. സൗണ്ടൊന്നും ഇല്ലാത്ത ബാറ്ററി വണ്ടി ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ നടന്ന് ജിറാഫിന്റെ സ്ഥലത്ത് എത്തിയിട്ടാ. മുത്ത് പറഞ്ഞ് ശരിയാ, വിജനമായ സ്ഥലത്തേക്കൂടെയാണ് ജിറാഫിന് നടക്കാൻ പറ്റുള്ളൂ. വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഓ അത് തന്നെയല്ലേ. ഇത് ആരെ കാണുമ്പോഴും തല കുമ്പിട്ട് നോക്കണുണ്ടോ? അതായത് വണക്കം കൊടുക്കണതാണ്. കണ്ടോ?
അവർക്ക് ആ കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് നനയാണ്ട് നിൽക്കാനാണ് മഴ പെയ്യുമ്പോൾ ആ കൂട് ഉണ്ടാക്കിയിട്ടേക്കണേ. കണ്ടോ ഇതേ നടക്കണം. പക്ഷെ ഇത് അത്ര ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അതിങ്ങനെ കൂനി കൂടി നടക്കണോണ്ടാ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് പറയുന്നു. അത് പറഞ്ഞു. പിന്നെ കണ്ട അതിന്റെ കഴുത്ത് വരയ്ക്കാൻ വേണ്ടിട്ട് അവിടെ കയറ് കെട്ടിട്ടേക്കണ കണ്ട. എന്താ വെച്ചാൽ ചൊറിഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് ആരും മാന്തി കൊടുക്കാനില്ലല്ലോ. ഈ ജിറാഫിന്റെ ചെവി മാന്തണത് എങ്ങനെയാന്ന് ചെവി ക്ലീൻ ചെയ്യണ അവിടെ കയറ് മരിച്ചിട്ട് അതിന്റെ നാവ് കൊണ്ട് ആണോ നല്ല അതിന്റെ നാവ് അതിന്റെ ചെവിയിലേക്ക് എത്തും. ആ ഇത് കൊറേ അറിവൊക്കെ പകർന്നു തരുന്നുട്ടോ ഗൈസ്. നോക്കിയേ ഇപ്പൊ നോക്കിയേ ഫ്രെയിം നോക്കിയേ രണ്ടുപേരെ നിപ്പ് എങ്ങനെയാന്ന്. സ്വകാര്യം പറയാ എന്താ കാര്യം പറഞ്ഞ കുടുംബശ്രീ ചേച്ചിമാരാ തോന്നുന്നുണ്ട്. സ്വകാര്യം തന്നെ ഫുൾ ടൈം അല്ലേ. പോവാ നമുക്ക് ഇനി അടുത്ത് എന്തൊരു കാണാനുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ നിൽക്കുന്ന ആൾക്കാർക്കും മഴ കൊള്ളാണ്ടിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയാ വെയിൽ കൊള്ളാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട്. ആ അത് AC വെന്റ് അല്ലേ. ഇത് AC വെന്റ് ഈ ഓട്ടകള് പ്ലേറ്റ് ഇവിടെ തന്നെ വെക്കണം എഴുതി മാർക്കും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതേ കുറെ സാധനങ്ങൾ വരാനുണ്ട്. ഗ്രില്ലടിക്കുന്നുണ്ട് കണ്ടില്ലേ. കുരങ്ങനെ കാണാൻ വേണ്ടി വന്നേട്ടാ നോക്കിയേ. കുരങ്ങനും കുട്ടികളും. ഇതേ ഇവിടെ ഒരു കുഞ്ഞുകുട്ടി ഓടി കളിക്കുന്നുണ്ട്. ആളങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഉണ്ടോ. പക്ഷെ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഗ്യാപ്പില്ലാത്ത നെറ്റ്. അതുകൊണ്ട് തന്നെ കാണാനില്ല കുട്ടികളെ. ഈ കുട്ടി കളിക്കണണ്ട എവിടേക്ക് ഓടിപ്പോയത്. ഇയാളും ചെറിയ കുട്ടി തന്നെയാ കളിക്കാൻ പോണ ആള്. രണ്ടുപേരും നല്ല കളിയായി. വേണ്ടാന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ട. തല്ല് പോണണ്ട. അപ്പനും അമ്മയും രണ്ടു കുട്ടികളും അതന്നെ ഫാമിലിയാ. അങ്ങനെ ഞങ്ങൾ പുലിക്കൂടിനെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ പുലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ദേ നിൽക്കണു, ഒരെണ്ണം ദേ അതിൻ്റെ ഉള്ളിൽ പ്ലാവിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കാണുന്നില്ല അതിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും കാണാം കേട്ടോ. വണ്ടിയിൽ ചടപടാന്ന് പറഞ്ഞ കാര്യം തീരും. കരടികൾ എപ്പോഴും കളിച്ചോണ്ടിരിക്കാനുള്ള ഏത് സമയവും. അതേപോലെ കളിക്കാനുള്ള സാധനവും കണ്ടോ അവിടെ ഇട്ട് കൊടുത്തേക്കണ കണ്ടോ. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇവിടെ സൂല് കിടക്കണേനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശ്രദ്ധിച്ചാ കാട്ടിൽ പോയി കണ്ടതൊക്കെ കറുത്ത് ഈരുണ്ട് രാവിലെ അല്ലേ. അത് ശരിയാ. ഇതേനൊക്കെ ആ ജോലിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നാ അല്ല 2-3 പ്രാവശ്യം അതിൽ പറയണപ്പോ. നല്ല കറുപ്പാ അവരുടെ മുടി കറുപ്പില്ല. പേരെന്താ? നല്ല കാച്ചി എണ്ണ തേപ്പിക്കുക. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ടില്ലേ മുടി വളരാനുള്ള എണ്ണ വിൽക്കണത്. അവരുടെ അടുത്ത് എണ്ണ മേടിച്ചിട്ട് ഈ കാറ്റീനെ കുളിപ്പിക്കുന്നത്. അതാണ് ഇത്ര. എൻ്റെ ചാച്ചനെ പൊള്ളിയോടത്ത് ഈ കരടിയുടെ നെയ്യ് പറ്റി. എന്നിട്ട് പറ്റി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊള്ളിയ സ്ഥലത്ത് ഫുള്ള് ഈ കരടിയുടെ രോമം പോലത്തെ രോമം വന്ന് കണ്ട കളിക്കുന്നുണ്ട്. അത് കരടിയുടെ രോമം പോലത്തെ ഫുൾ രോമം വന്നു. എന്നിട്ട് അത് എന്താ അറിയോ, ഓരോ കൊല്ലവും കൊഴിഞ്ഞു പോയിട്ട് രണ്ടാമതുണ്ടാവും. ഒറിജിനൽ കരടി നെയ്യ് പറ്റിയ രോമം വരും എന്ന് പറയണത് ശരി തന്നെയാ. മനസ്സിലായോ? കണ്ടോ കളിക്കാൻ വേണ്ടി ഒരു ഏത് കരടിയാണ് ഏറ്റവും ഡേഞ്ചർ. അതേ വരുന്നത് നമ്മുടെ അടുത്തേക്ക്. എന്തായാലും അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. അടിപൊളി. അടുത്ത സ്ഥലത്തേക്ക് പോവാം. പട്ടിയുടെ വിഭാഗത്തിൽ പറഞ്ഞ സാധനം കേട്ടോ കുറുനരി. കണ്ടോ അവിടെ. അത് തന്നെ ചെറുപ്പത്തിലെ സാധനം. അതെ കുറുനരി കടിപിടി കൂർണുണ്ടോ അവിടെ കിടന്നിട്ട്. ശരിക്കും പട്ടിയെന്ന് പറയുള്ളൂ അല്ലേ. ഇതിനെ കണ്ട കുറുനരിന്ന് പറയില്ല. കുറുനരിയോ എവിടെ? തൃശ്ശൂരോ? ചെരിലുണ്ടല്ലോ പിന്നെ ആരോ പറഞ്ഞ കുറുനരിയാന്ന്. രണ്ടെണ്ണുള്ളൂ അല്ലേ. വംശനാശം കഴിയാൻ പോവാ. എന്ത് വംശനാശോ? അതാണോ ഉദ്ദേശിച്ചത്? ഫോട്ടോ എടുക്കല് കഴിഞ്ഞോ? ഞാൻ എമ്മോടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈഗറിന്റെ ബിയറിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇവന് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര താല്പര്യം. നീ ഇതൊക്കെയോ? പോവാ നമുക്ക് ഗോപ്രോയില് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോയിക്കണ ഒരുത്തൻ. ഇത് മുത്ത് പറയുന്നത് ഹൈന എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കേട്ടോ. എന്തുട്ടോ എനിക്കറിയില്ല. ദേ കാണുന്നു കഴുതപ്പുലി. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നത്. ലിയോലത്തെ. ഓ ലിയോ സിനിമയിലുള്ള സാധനമാണിത്. അത് മറ്റേ എയിലുണ്ടാക്കിയതായിരുന്നു. ഇത് ഒറിജിനലാന്ന് മാത്രം അല്ലേ. കൂട്ടീന്ന് പുറത്തിറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ ഇതിന്. എന്തായാലും മുത്തിനെ പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ട് ഇതൊക്കെ വായിച്ചു പോയി അർത്ഥം പറഞ്ഞു തന്നു കേട്ടോ. അതായത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് തന്നെ പറയുന്നതായിരിക്കും എന്താ കാര്യം എന്നുള്ളത്. പറഞ്ഞ മുത്ത ചത്ത മൃഗങ്ങളെയാണ് അത് കഴിക്കുക അല്ല, വേട്ടയാടി പിടിക്കില്ല.
മറ്റേ എല്ലുകളില്ലേ ആ അതൊക്കെ കഴിക്കും. ചത്ത മൃഗങ്ങളുടെ എല്ല്, സ്മോൾ ആനിമൽസ് ചങ്കൂറ്റുള്ള ആ ഇറങ്ങി അമ്മ രണ്ടുപേരും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. കഴുതപ്പുലി എന്നാലും അങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് വരുന്നില്ല, വീണ്ടും ഉള്ളിൽ കയറി തന്നെയാ. ഇതാണ് ഇന്ത്യൻ ചെന്നായി എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇത് ഇങ്ങനെ ഓളിയിടുന്ന പറയണത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കുറെ നേരമായിട്ട് ഓളിയിട്ട് നോക്കുകയാണ് രക്ഷയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരെ കണ്ടിട്ട്. എന്തെങ്കിലും ഇതുണ്ടോ, വ്യത്യാസം ഉണ്ടോ, അവര് പ്രതികരിക്കണ്ടോ? ഞങ്ങള് നോക്കിട്ട് കാര്യമില്ല, കൂടപ്പറപ്പ് നോക്കിയാ ശരിയോ. നോക്കട്ടെ. എന്നാലും ശ്രദ്ധിച്ചു കണ്ട, എല്ലാരും ഓടി പോവാ. അടുത്തേക്ക് ആരും വരുന്നില്ല കേട്ടാ, എല്ലാവരും പോവാ. ബോട്ടിങ് ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളില്. നിറച്ച ആൾക്കാർ ബോട്ടിൽ കയറി ഇതേ ഈ ഒരു കുഞ്ഞ സ്ഥലത്തിന്റെ ഉള്ളിൽ വട്ടം കറങ്ങാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കേണ്ടത്. ഇതേ ഒരു ബോട്ടിൽ കയറാത്ത ആൾക്കാരെന്നുകൊണ്ട് ഇത്ര ആകാംക്ഷയോട് കൂടിയിട്ട്. ചവിട്ട് ബോട്ടല്ലേ, എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല. പിന്നെ തുഴയണത് ഇതേ വഞ്ചി ഉണ്ട്, വേറെ ആൾക്കാർ തുഴയും നമ്മൾ കയറിയിരിക്കും. ആകെ ഇത്രേ ഉള്ളൂ കേട്ടാ. എത്ര രൂപ മൊത്തത്തിന്? 200 രൂപ. നോക്കട്ടെ കേട്ടാ. ആ 2 സീറ്റുള്ളതിന് 200, 4 സീറ്റ് 400. ഇത് ഫുൾ ബോട്ടാട്ടെ, പെർ പേഴ്സൺ അല്ല. ഒരാൾക്കാണെങ്കിൽ 50 രൂപ, പെർ പേഴ്സൺ 50 രൂപ. സാധാ ബോട്ട് തുഴഞ്ഞു പോണം. അതിലും കയറി പോവാം. അപ്പൊ അതിനുള്ള കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആൾത്തിരക്ക് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഇത് എന്താന്നുള്ളത് മനസ്സിലായില്ല. ഒരു പാറ കിടക്കാന്ന് വിചാരിച്ചത്, പാറയാവുന്ന വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് പാറയല്ല, ഇതൊരു ഹിപ്പോപ്പൊട്ടാമസ് ആണ് എന്നുള്ളത്. ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിത ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിച്ചു. നിത എന്താണിത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഫുൾ ടൈം വെള്ളത്തിലുള്ള കിടക്ക. അന്ന് ഫുൾ ടൈം വെള്ളത്തിലെ കിടക്കുന്ന വെച്ചാൽ ഇതേവരെ നീന്തൽ പഠിച്ചിട്ടില്ല. അതെ, അതിന് ആരും ട്രെയിനിങ് കൊടുത്തിട്ടില്ല. നീന്തലറിയില്ല. അപ്പൊ ഇത് നന്നായിട്ട് ആഴത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് വീണ് പോയി മരിച്ചു പോവോ? പിടി കിട്ടാണ്ട് വന്നാ? ഇതെനിക്കറിയില്ലായിരുന്നു കേട്ടാ. ഇതങ്ങനെ ആ കാര്യം പറഞ്ഞു തന്നു. നേരാണെന്നുള്ളതെന്ന് അറിയില്ല. ഇവിടെ ഒരുത്തം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു വെള്ളത്തിൽ ഒരുത്തം കിടക്കുന്നുണ്ട്, അതിലില്ലാന്നുണ്ട്. അതിലങ്ങനെ പറഞ്ഞതാ? ഓ വെരി ഗുഡ്. എന്റെ ചെറുപ്പത്തിലാട്ടോ, ഇനി പുതുതായിട്ട് നീന്തൽ പഠിച്ചോന്ന് എനിക്കറിയില്ല. എന്റെ ചെറുപ്പത്തിൽ നീന്തൽ പഠിച്ചിട്ടില്ല. നിന്റെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ നീന്തൽ പഠിച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും പോവാം. ഇവിടെ ഈ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആനയുടെ മേത്തായിൽ അവർ തന്നെത്താൻ ഈ തുമ്പിക്കൈയിലുള്ള പൊടി മുഴുവൻ വാരി മേത്തുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, കേരളത്തിലെ ഒരുവിധ എല്ലാ ലോഗോസിലും ആനകളുണ്ട്. ലോഗോസിലാ? ഒരു ഇതെല്ലാ സിംബലുകളിലെ ആനകളുണ്ട്. അതെ, കേരളത്തിൽ ആനയുണ്ട്. KSRTC ആനയുണ്ട്. ആനവണ്ടി എന്നാ പറയണത് തന്നെ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിന്റെ ലോഗോയില് ആന. ഒരുവിധ എല്ലാത്തിലും ഉണ്ട് ആന. അതെ, കഴിഞ്ഞു. ആന നടക്കാൻ പോയതാ. ഞാൻ ആനയുടെ പിന്നാലെ പോവുകയും ചെയ്തു. ഒരു ടൈഗർ പാറപ്പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ടൈഗർ അല്ല, ഏതാ? അത് സിംഹം. ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതാ, നീ ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അത് കറക്റ്റാ. ഇപ്പൊ നീ പറഞ്ഞ് ശരിയല്ല, ഏനത് എന്തേനി ഇതേ? അല്ല, ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, എനിക്കറിയാണ്ട. അല്ല പിന്നെ ഇവിടെ ബേഡ്സും കാര്യങ്ങളൊക്കെ ആട്ടാ. പിന്നെ അങ്ങോട്ട് പോയ വലുതുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് നടന്ന് വയ്യാണ്ടായി. ഒരു നല്ല ഏരിയ ഉണ്ട്. ഇത് ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട്. കണ്ടു, റെഡ് പാരറ്റ്, ബ്ലൂ പാരറ്റ്, ബ്ലാക്ക് പാരറ്റ്, ആഫ്രിക്ക. ഇതിനൊക്കെ പേരുകൾ താഴ്ത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മനസ്സിലായി. വെറൈറ്റി ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ മൊത്തം കറങ്ങി അടിച്ചത് പുറത്തേക്കുള്ള എക്സിറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ കൂടി ഒന്നും ക്ലിയർ ആയിട്ട് കാണില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പോകണം. നല്ല രസമുണ്ട് കാണാൻ. പോവാം. അയ്യോ, ആള് വലിയ പണിയിലാട്ടോ ഇരുന്നിട്ട് നോക്കിയിരിക്കുക നമ്മൾ എന്താ ചെയ്യണേന്നുള്ളത്. എന്തൊരു ചെയ്യണേ? പൂവിന്റെ എന്തൊരു സാധനം വീണുണ്ടായിരുന്നു, അത് പൊളിച്ച് ആൾ ക്ലീൻ തിന്നാനുള്ള പരിപാടി നോക്കിട്ട് എന്താ വല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. നമ്മള് കാണാത്ത അപൂർവം സാധനം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാഷണൽ ബേർഡ് വേഴാമ്പൽ. ഇതിന് നോക്കിയിട്ട് മറ്റേ പാട്ട് വേഴാമ്പൽ. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല. നെറ്റിന്റെ ഉള്ളിൽ കിടക്കണോണ്ടേ ഒന്നും കാണുന്നില്ലെന്നേ. മയിലിന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും വെള്ളമയിലിനെ കണ്ടിട്ടില്ല കേട്ടാ. വെള്ളമയിൽ പീലിയും കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ വീടിന്റെ അവിടെയോ? നമ്മുടെ വീടിന്റെ അവിടെയോ? സൂവില് പോയിട്ടല്ലേ? ഞാൻ പറയണ അങ്ങനെയല്ല. ഈ സാധാരണഗതിക്ക് നമ്മളുടെ നാട്ടിലൊന്നും കാണുന്നില്ല എന്ന്. കണ്ട അമ്മ, അടിപൊളി
അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ മയില്, വെറൈറ്റി മയില് ദേ തൊട്ട് ഇപ്പുറത്തും ഉണ്ട്. അതേ ആ മുകളിലിരിക്കണത് കണ്ടോ, അതൊരു വെറൈറ്റി സാധനമാണ്. ഗ്രില്ലിന്റെ ഉള്ളിൽ വരുന്ന ക്ലിയർ അല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മയിലാണ് സംഭവം ഇതൊക്കെ. അപ്പം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഫുള്ള് ഹാപ്പിയായി, ഞങ്ങൾക്ക് 3 പേർക്കും ഫുൾ ഹാപ്പിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ മൊബൈലിൽ ചാർജൊക്കെ കഴിഞ്ഞു. അത്ര വലിയ വീഡിയോ ആയില്ല ഇത്, അത്ര ഞാൻ കാണാനുള്ള കാരണം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റോട് കൂടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞോട്ടെ. ഇനി പുറത്ത് വണ്ടി കിടക്കണ്ട്, അവിടേക്ക് നേരെ പോവുകയാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. അതന്നെ കേട്ടോ.